ഫോറസ്റ്റ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് വനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ലോകത്തിലെ 80% മൃഗങ്ങളുടെയും ആവാസവ്യവസ്ഥയാണ് വനങ്ങൾ. നിർവചനം: വനങ്ങൾ ജൈവവൈവിധ്യത്തിന്റെ കലവറയാണ്. സങ്കീർണമായ ഒരു ആവാസവ്യവസ്ഥയാണ് വനം. മരങ്ങൾ ആധിപത്യം പുലർത്തുന്ന ഒരു പ്രദേശമാണ് വനം. മരങ്ങളും കുറ്റിച്ചെടികളും ഔഷധസസ്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ആവാസ വ്യവസ്ഥയാണ് വനം. ഭക്ഷ്യകാർഷിക സംഘടന ഫൗ പ്രകാരമുള്ള വനത്തിന്റെ നിർവചനം: 10% വിസ്തീർണവും 0.5 ഹെക്ടറിലധികം വിസ്തൃതിയുമുള്ള മരങ്ങളാൽ മൂടപ്പെട്ട പ്രദേശം. വനത്തെക്കുറിച്ചുള്ള എല്ലാ നിർവചനങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ളത് വൃക്ഷങ്ങളുടെ സാന്നിധ്യമാണ്. പ്രധാനമായും 3 വിധത്തിലാണ് വനങ്ങളെ നിർവചിച്ചിരിക്കുന്നത്: അഡ്മിനിസ്ട്രേറ്റീവ്, ലാൻഡ് യൂസ്, ലാൻഡ് കവർ. വനത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് നിർവചനം: സ്ഥലത്തിന്റെ നിയമപരമായ പദവിയുടെ അടിസ്ഥാനത്തിലാണ്. തടി ഉൽപാദനത്തിന് വിനിയോഗിക്കുന്ന ഒരു സ്ഥലം വനമെന്നു കണക്കാക്കുന്നത് ലാൻഡ് യൂസ് നിർവചനപ്രകാരമാണ്. മരങ്ങൾ കാണപ്പെടുന്ന സ്ഥലം വനമെന്നു കണക്കാക്കുന്നത് ലാൻഡ് കവർ നിർവചനപ്രകാരമാണ്. ഫോറസ്റ്റ് ലെയറുകളെ പ്രധാനമായും 3 വിധത്തിലാണ് തരം തിരിച്ചിട്ടുള്ളത്: ഫോറസ്റ്റ് ഫ്ലോർ, അണ്ടർ സ്റ്റോറി, കനോപ്പി. വൃക്ഷങ്ങളുടെ അഴുകിത്തുടങ്ങിയ ഇലകളും ഭാഗങ്ങളും കാണപ്പെടുന്നതു വനത്തിന്റെ ഫോറസ്റ്റ് ഫ്ലോറിലാണ്. കുറ്റിച്ചെടികളും ചെറുവൃക്ഷങ്ങളും കാണപ്പെടുന്നത് വനത്തിന്റെ അണ്ടർ സ്റ്റോറി ലെയറിലാണ്. വനങ്ങളുടെ പ്രാധാന്യം: ശ്വസിക്കുന്ന ഓക്സിജൻ മുതൽ വിവിധ ആവശ്യങ്ങൾക്കുപയോഗിക്കുന്ന ഇന്ധനങ്ങൾ വരെ വനങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. ഭൂമിയുടെ ശ്വാസകോശമായ വനങ്ങൾ വായു ശുദ്ധീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വനത്തെ അടിസ്ഥാനമാക്കിയുള്ള ജലവിതാനങ്ങൾ, നദികൾ, അരുവികൾ, തടാകങ്ങൾ എന്നിവ ജലത്തിന്റെ നിർണായക ഉറവിടങ്ങളാണ്. സൂര്യന്റെ വികിരണങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും താപനില കുറയ്ക്കുന്നതിനും വനങ്ങൾ സഹായിക്കുന്നു. അവ അന്തരീക്ഷ താപനിലയെ ബാഷ്പീകരണത്തിലൂടെയും കാറ്റിലൂടെയും നിയന്ത്രിക്കുന്നു. ജലവിതാനം നിലനിർത്താനും തണുത്ത കാലാവസ്ഥ നിലനിർത്താനും ഇവ സഹായിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാക്കുന്ന കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ ആഗിരണം ചെയ്തുകൊണ്ട് വനങ്ങൾ ആവാസ വ്യവസ്ഥയെ പരിപാലിക്കുന്നു. വനങ്ങൾ കൊണ്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടങ്ങൾ. പ്രത്യക്ഷത്തിലുള്ള നേട്ടങ്ങൾ: ഭക്ഷണം. കാകനികൾ, ഔഷധങ്ങൾ, തേൻ തുടങ്ങിയ പല ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളും വനങ്ങളിൽ നിന്നും ലഭിക്കുന്നു. വനമേഖലയിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രധാന ഭക്ഷണം അവിടെ നിന്നും ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ തന്നെ ഇവ ഭക്ഷ്യവസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു. വസ്ത്രം. പ്രാകൃത ആളുകൾ, പ്രത്യേകിച്ച് ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും അവരുടെ വസ്ത്രസാമഗ്രികൾ കാട്ടിൽ നിന്നും ശേഖരിക്കുന്നു. വാസസ്ഥലം. വനം പല ജീവികളുടെയും സ്വാഭാവിക ആവാസവ്യവസ്ഥയാണ്. കൂടാതെ അവ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടിയാണ്. ഇന്ധനാവശ്യങ്ങൾക്ക്. ഇന്ധനങ്ങളുടെ പ്രധാന സ്രോതസ്സാണ് വനങ്ങൾ. വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ. പേപ്പർ വ്യവസായം, കാർഡ്ബോർഡ്, തീപ്പെട്ടി, പ്ലൈവുഡ് മുതലായവ പ്രധാനമായും വന ഉൽപ്പന്നങ്ങളെ പൂർണ്ണമായോ ഭാഗികമായോ ആശ്രയിക്കുന്ന പ്രധാന വ്യവസായങ്ങളാണ്. വൃക്ഷങ്ങളുടെ തടി, ഫർണിച്ചർ, കപ്പൽ, റെയിൽ, മറ്റ് ഗതാഗത ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ഔഷധ സസ്യങ്ങൾ. വ്യത്യസ്ത തരം ഔഷധസസ്യങ്ങളുടെ കലവറയാണ് വനങ്ങൾ. പരിസ്ഥിതി സന്തുലിതാവസ്ഥ. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വനങ്ങൾ പ്രധാന പങ്കു വഹിക്കുന്നു. ഇതിൽ പ്രധാനം അന്തരീക്ഷത്തിലെ ജലത്തിന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും അളവ് നിലനിർത്തുന്നതാണ്. സസ്യങ്ങൾ ശ്വസനത്തിലൂടെ അന്തരീക്ഷത്തിലെ ജലാംശം വർദ്ധിപ്പിക്കുന്നു. ഇതുവഴി അന്തരീക്ഷത്തിലെ മഴയുടെ അളവ് വർദ്ധിക്കുന്നു. പരോക്ഷ നേട്ടങ്ങൾ. വിനോദം, യാത്ര, ടൂറിസം. റിസർവ് ചെയ്തതും സംരക്ഷിതവുമായ വനങ്ങളും സങ്കേതങ്ങളും ഇപ്പോൾ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. ഇത് ഒരു രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥക്ക് പലവിധത്തിൽ പ്രയോജനം ചെയ്യുന്നു. തദ്ദേശീയരായ വ്യക്തികൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിനോദസഞ്ചാരികൾക്ക് വിൽക്കാനും അവർക്ക് താമസവും ഭക്ഷണവും ഏർപ്പെടുത്താനും അതുവഴി ആവശ്യമായ വരുമാനം നേടുന്നതിനും സാധിക്കുന്നു. മണ്ണൊലിപ്പ് തടയുന്നു. മരങ്ങളുടെ വേരുകൾ മണ്ണൊലിപ്പ്, മണ്ണിടിച്ചിൽ എന്നിവ തടയുന്നു. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണം. നിരവധി പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുമുള്ള ഒരു പ്രദേശത്തിന്റെ സ്വാഭാവിക സംരക്ഷണമാണ് വനമേഖല.
ബംഗ്ലാദേശിലെ സുന്ദർബൻസ് കണ്ടൽ കാടുകൾ ക്രൂരമായി നശിപ്പിക്കുന്നത് ആ രാജ്യത്ത് ചുഴലിക്കാറ്റ് ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള കാരണമാണ്. മരുഭൂമീകരണം. വനമേഖലയുടെ ആസൂത്രിതമായ വികസനം മരുഭൂമിയുടെ വർധനവ് തടയുന്നതിനും തരിശായ മരുഭൂമി ഫലഭൂയിഷ്ഠമായ കാർഷിക ഭൂമിയാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു. ജൈവവൈവിധ്യവും ജനിതക വിഭവങ്ങളും നിലനിർത്താൻ വനങ്ങൾ സഹായിക്കുന്നു. ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധയിനം വനങ്ങൾ. ഇന്ത്യയിലെ വനങ്ങൾ പരിസ്ഥിതിക്കനുയോജ്യമായി ഒരു പ്രദേശത്ത് ആവിർഭവിച്ച സസ്യജാലങ്ങളാണ് ആ പ്രദേശത്തെ നൈസർഗിക സസ്യജാല. നൈസർഗിക സസ്യജാലങ്ങളുടെ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഭൂപ്രകൃതി, കാലാവസ്ഥ, മഴയുടെ അളവ്, മണ്ണ്. ഇന്ത്യയിലെ പ്രധാന നൈസർഗിക സസ്യജാലങ്ങൾ: ഉഷ്ണമേഖലാ മഴക്കാടുകൾ, നിത്യഹരിതവനങ്ങൾ, ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ, മുൾച്ചെടികളും കുറ്റിക്കാടുകളും, കണ്ടൽക്കാടുകൾ, പർവതവനങ്ങൾ. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന സസ്യവിഭാഗം ഉഷ്ണമേഖലാ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ. മൺസൂൺ കാടുകൾ എന്നറിയപ്പെടുന്ന കാടുകൾ. ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിന്റെ മധ്യഭാഗങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങൾ മുൾച്ചെടികളും കുറ്റിക്കാടുകളും. കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങൾ കണ്ടലുകൾ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ സുന്ദർബൻസ് കാണപ്പെടുന്ന വനങ്ങൾ കണ്ടൽവനങ്ങൾ. സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗസസ്യം സുന്ദരി. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യജാലങ്ങൾ കണ്ടൽക്കാടുകൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകൾ ഉള്ള വൻകര ഏഷ്യ. ലോകത്ത് ഏറ്റവും കുറച്ച് കണ്ടലുകൾ ഉള്ള വൻകര ആഫ്രിക്ക. കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകര ഏഷ്യ. കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഇന്തോനേഷ്യ. ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, കർണാടക, കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നീ 9 സംസ്ഥാനങ്ങളിലും ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, ദാമൻ ആൻഡ് ദീവ്, പുതുച്ചേരി എന്നീ 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ദാമൻ ആൻഡ് ദീവ് 2019-ൽ ദാദ്ര ആൻഡ് നഗർ ഹവേലിയുമായി സംയോജിച്ചു. ഇന്ത്യയിൽ കണ്ടൽക്കാടുകളുടെ ആകെ വിസ്തൃതി 4975 km². ആകെ വിസ്തൃതിയുടെ 0.15%. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം പശ്ചിമബംഗാൾ 2112 ചതുരശ്ര കിലോമീറ്റർ. കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം 9 ചതുരശ്ര കിലോമീറ്റർ. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശ് 404 ചതുരശ്ര കിലോമീറ്റർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ 616 ചതുരശ്ര കിലോമീറ്റർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ ഉള്ളത് പുതുച്ചേരി 2 ചതുരശ്ര കിലോമീറ്റർ. സോഴ്സ്: ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2019. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കാൻ സഹായിക്കുന്ന സസ്യജാലങ്ങൾ കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകളുടെ വേരുപടലങ്ങൾ നിരവധി മത്സ്യയിനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിലാദ്യമായി കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്രവൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും ഉൾപ്പെടുന്ന സസ്യജാലങ്ങൾ പർവ്വതവനങ്ങൾ. കേരളത്തിലെ വനങ്ങൾ. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിത വനങ്ങൾ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ്സ്. മഴക്കാടുകളാണ് ഈ വനങ്ങൾ. ഉഷ്ണമേഖല ആർദ്ര നിത്യഹരിതവനങ്ങൾക്ക് ഉദാഹരണം സൈലന്റ് വാലി, പൂയംകുട്ടി. കേരളത്തിൽ നിത്യഹരിതവനങ്ങൾ മഴക്കാടുകൾ കാണപ്പെടുന്ന പ്രദേശം പശ്ചിമഘട്ട മലനിരകൾ. കേരളത്തിലെ നിത്യഹരിതവനത്തിനുദാഹരണമായ സംരക്ഷണ കേന്ദ്രം സൈലന്റ് വാലി.
ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ. മോയിസ്റ്റ് deciduous forests, tropical deciduous forests. സാമ്പത്തിക പ്രാധാന്യമുള്ള മൺസൂൺ വനങ്ങളാണ് ഇവ. ഇലപൊഴിയും മരങ്ങളാണ് ഇവിടെ വളരുന്നത്. ഇവയെ മൺസൂൺ വനങ്ങൾ എന്നും വിളിക്കുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനങ്ങൾ. മൺസൂൺ വനങ്ങൾ അഥവാ ഉപോഷ്ണ ആർദ്ര ഇലപൊഴിയും കാടുകൾ. ഉപോഷ്ണമേഖല അർദ്ധ നിത്യഹരിത വനങ്ങൾ, സെമി എവർഗ്രീൻ ഫോറസ്റ്സ്. മഴക്കാടുകളെ അപേക്ഷിച്ച് ശരാശരി വർഷപാതവും നനവും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണുന്നത്. വറ്റാത്ത നീരുറവകൾ ഈ വനമേഖലയുടെ പ്രത്യേകതയാണ്. ഉപോഷ്ണമേഖല ഗിരിവനങ്ങൾ, മോണ്ടെയ്ൻ സബ് ട്രോപ്പിക്കൽ ഫോറസ്റ്സ്. സ്റ്റാർ ഉപോഷ്ണമേഖല ഗിരിവനങ്ങൾ കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലങ്ങൾ: നെല്ലിയാമ്പതി, മുന്നാർ, നിലമ്പൂർ, തെന്മല, അഗസ്ത്യമല. മിതശീതോഷ്ണ മേഖല ആർദ്രഗിരി, മോണ്ടെയ്ൻ സബ് ട്രോപ്പിക്കൽ വെറ്റ് ഫോറസ്റ്സ്. മൂന്നാർ, ഇരവികുളം മേഖലയിലെ ഉയരം കൂടിയ കുന്നുകളിൽ കാണുന്ന വനങ്ങൾ, മിതശീതോഷ്ണ മേഖല ആർദ്രഗിരി വനങ്ങൾ. പൊക്കം കുറഞ്ഞ മരങ്ങൾ നിറഞ്ഞു വളരുന്ന ചോലക്കാടുകൾ, വിസ്തൃതമായ പുൽമേടുകൾ എന്നിവ ഈ മേഖലയുടെ പ്രത്യേകതകളാണ്. ചന്ദനക്കാടുകൾ, സാൻഡൽ ഫോറസ്റ്സ്. തമിഴ്നാടിനോടും കർണാടകയോടും ചേർന്നുകിടക്കുന്ന കേരളത്തിലെ അതിർത്തി വനങ്ങളിൽ കാണപ്പെടുന്ന ശുഷ്ക ഇലപൊഴിയും കാടുകളാണ് ഇവ. ഇത്തരം കാടുകളിലെ പ്രധാന വൃക്ഷം ചന്ദനം. വരണ്ട ഇലപൊഴിയും കാടുകൾ, ഡ്രൈ deciduous ഫോറസ്റ്സ്. കേരളത്തിന്റെ ആകെ വനവിസ്തൃതിയുടെ 1% മാത്രം കാണപ്പെടുന്നു. മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിൽ കാണുന്നു. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചരിവിൽ ഇത്തരം കാടുകളുണ്ട്.